നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം വന്നിരിക്കുകയാണ്. മതപരമായ ഒരു ആഘോഷമാണെങ്കിലും ജനകീയമായ ഒരു ഫെസ്റ്റിവലിന്റെ മുഖമാണ് ക്രിസ്തുമസിനുള്ളത്. ജാതി മത വ്യത്യാസമില്ലാതെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുകയും ക്രിസ്മസ് ട്രീയും അതുപോലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുകയും കരോൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ക്രിസ്മസ് കേക്കെങ്കിലും വാങ്ങാത്ത വീടുകൾ പോലും വിരളമായിരിക്കും. ഈ വീഡിയോയിൽ ഒരു കേക്ക് ഉണ്ടാക്കിയ കഥയാണ് പറയാൻ പോകുന്നത്. വെറും ഒരു കഥ മാത്രമല്ല ഇത്. ഇന്ത്യയിൽ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയ ചരിത്രമാണിത്. അതും വെറും കേക്ക് അല്ല, സാക്ഷാൽ ക്രിസ്മസ് കേക്ക് തന്നെ. ഒരു കുക്കർ കഥയാണ് എന്നൊന്നും കരുതണ്ട. അത് മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങളുടെ, രണ്ട് രുചികളുടെ ഒക്കെ ഇഴചേരലും ഒപ്പം തന്നെ ഒരു പട്ടണത്തിന്റെ തന്നെ ചരിത്രവും കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. ആദ്യമായി ഇന്ത്യയിൽ കേക്ക് ഉണ്ടാക്കിയ പട്ടണം നമ്മുടെ തലശ്ശേരിയാണ്. ഒട്ടേറെ സാംസ്കാരിക, സാഹിത്യ, വാണിജ്യ പൈതൃകങ്ങളും ഒപ്പം ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും ഒക്കെ ചരിത്രവും പേറുന്ന തലശ്ശേരിക്ക് തന്നെയാണ് കേക്കിന്റെ പെരുമയും ഉള്ളത്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ വളരെ സജീവമായ ഒരു പട്ടണമായിരുന്നു തലശ്ശേരി. ഒരു ഇന്ത്യൻ യൂറോപ്യൻ സാംസ്കാരിക സംയോജനത്തിനൊക്കെ തുടക്കം കുറിച്ചത് ഈ തലശ്ശേരിയുടെയും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല. നമുക്ക് ഇന്ത്യൻ ബേക്കിംഗ് വ്യവസായത്തിൽ തന്നെ ചരിത്ര പ്രധാനമായ ആദ്യ കേക്കിന്റെ കഥയിലേക്ക് വരാം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളുമൊക്കെ തലശ്ശേരിയിൽ കഴിയുന്ന കാലം. അവരുടെ കുടുംബങ്ങൾ മാത്രമല്ല, അവരുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒപ്പം അവരുടെ റെസിപ്പിയും എല്ലാം അവര് തലശ്ശേരിയിലേക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തലശ്ശേരിയിൽ സ്ഥിരതാമസമാക്കിയ ബ്രിട്ടീഷ് പ്ലാന്ററും വ്യാപാരിയുമായ മർഡോക് ബ്രൗണിന് ഒരു ക്രിസ്മസ് കാലത്ത് ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന ആഗ്രഹം വന്നത്. 1883 ഈ സംഭവം നടക്കുന്നത്. കേക്കിന് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. കൂടാതെ അത് ബേക്ക് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ്, ഓവനൊക്കെ വേണം. ഇതൊക്കെ അങ്ങ് യൂറോപ്പിലേ ഉള്ളൂ. എന്തായാലും ഒരു ശ്രമം നടത്താൻ തന്നെ മർഡോക് ബ്രൗൺ തീരുമാനിച്ചു. ബ്രൗൺ സാഹിബിന്റെ അന്വേഷണം എത്തി നിന്നത് തലശ്ശേരിയിലെ തന്നെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിലാണ്. 1880 സ്ഥാപിതമായ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി നടത്തിയിരുന്നത് മമ്പള്ളി ബാപ്പു എന്ന പ്രാദേശിക ബേക്കറായിരുന്നു. പരമ്പരാഗത കേരളീയ ബേക്കിംഗ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്. എന്നാൽ പുതിയ രീതികൾ പഠിക്കാനും പരീക്ഷിക്കാനും മമ്പള്ളി ബാപ്പുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരിയിലെ ഈ ബ്രിട്ടീഷ് കുടിയേറ്റ കമ്മ്യൂണിറ്റിയുമായൊക്കെ ഒരു അടുത്ത ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം എപ്പോഴും കൗതുകം കാണിച്ചിരുന്നു. അങ്ങനെ മമ്പള്ളി ബാപ്പുവിനെ സമീപിച്ച ബ്രൗൺ സാഹിബ് ആവശ്യം അറിയിച്ചു, റെസിപ്പിയൊക്കെ കൊടുത്തു. സംഭവം റെഡിയാക്കാമെന്ന് മമ്പള്ളി ബാപ്പു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ബ്രാൻഡി. അത് ചേർത്ത് വേണം കേക്ക് ഉണ്ടാക്കാൻ. കേക്കിന്റെ രുചി നിർണ്ണയിക്കുന്നതിൽ പരമപ്രധാനമായ ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ബ്രാൻഡി. നമ്മുടെ തലശ്ശേരിക്കാരൻ ബേക്കറുടെ കയ്യിൽ എവിടെയാണ് ബ്രാൻഡി? ബ്രൗൺ സാഹിബിന്റെ കയ്യിൽ പോലും സാധനമില്ല. മമ്പള്ളി ബാപ്പുവിന്റെ കയ്യിൽ കിട്ടിയ അസൽ നാടൻ കള്ള് ചേർത്ത് നല്ല ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ കേക്ക് 1883 ക്രിസ്മസ് കാലത്ത് മമ്പള്ളി ബേക്കറിയിലെ അപ്പക്കൂട്ടിൽ പിറന്നു. കേക്ക് വായിൽ വെച്ചതും ബ്രൗൺ സാഹിബ് ഫ്ലാറ്റ്. കേക്കിന്റെ ടേസ്റ്റ് അറിഞ്ഞതും സാഹിബ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എക്സലന്റ്. ആ എക്സലന്റ് തലശ്ശേരിയുടെയും ഒപ്പം ഇന്ത്യയുടെയും വിജയകരമായ ബേക്കിംഗ് ചരിത്രത്തിന്റെ തന്നെ തുടക്കമായിരുന്നു. ബ്രാൻഡിക്ക് പകരം ചേർത്ത നാടൻ കള്ള് മാത്രമായിരുന്നില്ല അതിലെ ഇന്ത്യൻ ടച്ച്. കേരളത്തിൽ ധാരാളമായി ലഭിച്ചിരുന്ന ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു തുടങ്ങിയ ഈ പ്രാദേശികമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാണ് പല യൂറോപ്യൻ ചേരുവകൾക്കും പകരമായി ബാപ്പു ഉപയോഗിച്ചത്. ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ കേക്കിനൊരു പ്രത്യേക രുചി നൽകി. ബ്രിട്ടീഷ് കേക്കുകളിൽ നിന്ന് അതിനെ തികച്ചും വ്യത്യസ്തമാക്കി. ബ്രിട്ടീഷ് കേക്കുകളെക്കാൾ എക്സലന്റ് ആണ് ബാപ്പുവിന്റെ തലശ്ശേരി കേക്ക് എന്ന് സായിപ്പന്മാർ എല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞു. ബാപ്പു മറികടന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഓവൻ ഉണ്ടാക്കുക എന്നതായിരുന്നു. കേക്ക് ചുടാൻ ബാപ്പു തന്തൂർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ പരമ്പരാഗത കളിമൺ ഓവനാണ് ഉപയോഗിച്ചത്. വിറക് കത്തിച്ച് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തു. കേക്ക് ബാറ്റർ ബട്ടർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു. തുടർന്ന് അത് ഓവനിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ഉണ്ടായത്. എല്ലാ അർത്ഥത്തിലും ഒരു ദേശി കേക്ക്, ഒരു മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന ഐറ്റം തന്നെയാണ് ബാപ്പു ചുട്ടെടുത്തത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തലശ്ശേരിക്കാരെയും ഈ കേക്കുകൾ ഒരുപോലെ ആനന്ദിപ്പിച്ചു. ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഒപ്പം ബ്രിട്ടീഷ് ബേക്കിംഗ് സാങ്കേതിക വിദ്യകളുടെയും അതുല്യമായ ഒരു സാംസ്കാരിക ചേരുവ തന്നെയായിരുന്നു ബാപ്പുവിന്റെ കേക്ക്. ഇവിടെ നിന്നും പിന്നീട് അത് ഇന്ത്യ മുഴുവൻ പ്രചരിച്ചു.
ഇന്ത്യയിലെ ഏതൊരു നഗരത്തിലും മലയാളികളുള്ള ലോകത്തിലെ ഏതൊരു കോണിലും ഒരു തലശ്ശേരിക്കാരനോ സമീപ പ്രദേശത്തുള്ളവരോ നടത്തുന്ന ഒരു ബേക്കറി എങ്കിലും കാണാം. ആ ഒരു ലെഗസി തുടങ്ങുന്നത് മാമ്പള്ളി ബാപ്പുവിൽ നിന്നാണ്. മാമ്പള്ളി കുടുംബം ഇപ്പോഴും ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്നു. കാലക്രമേണ കേക്കുകൾ കൂടുതൽ പ്രാദേശിക രുചികളും അതുപോലെ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തി വികസിച്ചു. എങ്കിലും തലശ്ശേരി പെരുമ തലയുയർത്തി തന്നെ നിൽക്കുന്നു. ഇന്ന് തലശ്ശേരിയെ പലപ്പോഴും കേരളത്തിലെ കേക്ക് ടൗൺ എന്ന് പലരും വിളിക്കാറുണ്ട്. കേക്ക് ബേക്കിങ്ങിന്റെ സമ്പന്നമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി ബേക്കറികൾ ഈ പട്ടണത്തിലുണ്ട്. ഓരോ ബേക്കറിക്കും തനതായ പാരമ്പര്യവും വിഭവങ്ങളും രുചിക്കൂട്ടുകളും ഒക്കെ ഉണ്ടെന്നതും കൗതുകമാണ്. ഇടക്കാലത്ത് രാഷ്ട്രീയ കലാപങ്ങൾക്ക് വഴിമാറിയ തലശ്ശേരിയുടെ ഐഡന്റിറ്റി വീണ്ടും 3Cയിലേക്ക്, അതായത് കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് പാരമ്പര്യത്തിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന് ഈ ക്രിസ്മസ് കാലത്ത് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യൻ കേക്കിന്റെ പിതാവ് മമ്പള്ളി ബാപ്പുവിനെ അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്മസ് കേക്ക് കഴിക്കാം. രുചിക്കൂട്ടുകൾക്ക് മുന്നിൽ ജാതി മത സാംസ്കാരിക വേർതിരിവുകൾ ഇല്ലാതാവട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.